മതേതരത്വം എന്ന് പറഞ്ഞാല് എന്താണ് കേരളത്തിലെ അർത്ഥം? അതായത് ഈ മുസ്ലിം കുറെ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ നടക്കുന്ന ഊളകളുണ്ട്. അവരുടെ കാലിൽ പോയി വീണ് അവരുടെ കാല് നക്കുക. ഇതാണ് കേരളത്തിലെ മതേതരത്വം. അത് യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ചാണ് ചെയ്യുന്നത്. ഇത് കണ്ട് കഷ്ടം തോന്നുന്നു. ഈ തെരുവ് പട്ടികളെ പോലെയാണ് ഇപ്പൊ കേരളത്തിലെ യു ഡി എഫുകാരും എൽ ഡി എഫുകാരും. ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ഏതെങ്കിലും വഴിക്ക് പോയി ഉടനെ ഓടിപ്പോയിട്ട് അവരുടെ കാല് നക്കില്ല. കാരണം കേരളം ഭരിക്കുന്നത് ഇപ്പൊ ഇസ്ലാമിക ജിഹാദി മതപണ്ഡിതന്മാരാണ്. ഈ നാണം കെട്ട ഈ യു ഡി എഫും എൽ ഡി എഫും ചത്തൂടെ, തൂങ്ങി ചത്തൂടെ, അല്ലെങ്കിൽ കടലിൽ ചാടി ചത്തൂടെ ഇവന്മാർക്ക്? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഈ തെരുവ് പട്ടികളെക്കാളും മോശമാണ് ഈ ജിഹാദി മതപണ്ഡിതന്മാരുടെ തീട്ടം നിന്നിട്ട് ജീവിക്കാൻ നാണമില്ലേ, ഉളുപ്പില്ലേ? ഇതാണ് എനിക്ക് കോൺഗ്രസ്സുകാരോടൊക്കെ ചോദിക്കാനുള്ളത്. സി പി എംകാരും അതേ അവസ്ഥയിലാണ് ഇപ്പോ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്ന വോട്ടെന്ന് പറഞ്ഞ് ഈ ജിഹാദികളുടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കേരളത്തിൽ നിന്ന് കിട്ടുന്ന വോട്ടെന്ന് പറഞ്ഞാൽ ജിഹാദികളുടെയാണ്. അല്ലാതെ ആരും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്യില്ല. കാരണം അവരുടെ സ്വഭാവം നമ്മൾ ഇപ്പൊ 2004 മുതല് 2014 വരെ ഇന്ത്യയിൽ ഭരിച്ചിരുന്നത് 2 വർഷം അടുപ്പിച്ച് 2 ടേം അടുപ്പിച്ചാണ് കോൺഗ്രസ് ഭരിച്ചത്. നമ്മുടെ പിന്നെ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്. ഈ 2 കൊല്ലം ഒരു ടെലികോം മന്ത്രി മാത്രം നടത്തിയ അഴിമതിയാണ് 25,000 കോടിയുടെ അഴിമതി. ടെലികോം മന്ത്രിയായിരുന്ന അണ്ണാ DMK-യിലെ രാജ എന്ന് പറയുന്ന ആളും ആ DMK-യുടെ നേതാവായിരുന്ന കരുണാനിധിയുടെ മകൾ കനിമൊഴിയും കൂടെ ചേർന്ന് നടത്തിയ അഴിമതിയായിരുന്നു 25,000 കോടി രൂപയുടെ അഴിമതി. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാനേ പറ്റിയില്ല. അത് കണ്ടുപിടിക്കാതെ മൻമോഹൻ സിംഗിനോ സോണിയാ ഗാന്ധിക്കോ തെളിവുണ്ടോ? അല്ല, ആര് ബഹളൊന്നുമില്ല. തെളിവുണ്ടോ? ഇങ്ങനെ തെളിവുണ്ടോ? രമേശേട്ടൻ നാസർ കൊടുത്തിട്ടതിന് വല്ല തെളിവ് വേണ പറയാൻ? വായു വരുന്നൊക്കെ പറയുന്നത് അടുത്ത ആരും തെളിവ് പറയട്ടെ. ജാക്കിച്ചാനെ ഒന്ന് നോക്കിയോ ഈ സുഡാപ്പി അന്തംകമ്മി സുഡാപ്പികളെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഞാൻ ഒന്ന് പറഞ്ഞു തീരുന്നവരെ അന്തംകമ്മി സുഡാപ്പികളെ നോക്കിക്കോണം. അപ്പോൾ ഈ 25,000 ഒന്നിലെ സംസാരിക്കാൻ അനുവദിക്കാനില്ലേ? ഈ അന്തംകമ്മിയെ താഴേക്കിട്ടെ. സ്വന്തം ജാതിയെ കുറിച്ചിട്ട്, സ്വന്തം വിശ്വാസത്തെ കുറിച്ച് ഈ അന്തംകമ്മിയെ താഴേക്കിട്. രമേശ്, നിങ്ങളെ താഴെ വരും. നിങ്ങൾ ഞാൻ പറഞ്ഞത് എനിക്ക് പറയുന്നതിനിടയ്ക്ക് ബഹളം വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫ്ലോ നഷ്ടപ്പെടും. അതുകൊണ്ടാ. ഇനി ആരെങ്കിലും ഇയാളുടെ ഫ്ലോ ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്തുണ്ടാക്കാനാണ്? എല്ലാവരും സംസാരിക്കാൻ അവസരം കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഒരു അവസരം കൊടുത്തിട്ട് സംസാരിക്കേണ്ടി, അതല്ലേ നല്ലത്. അല്ലാതെ ഈ ബസ് സ്റ്റാൻഡ് അമ്മണിക്ക് മാത്രം മക്കൾക്ക് സമയം കൊടുക്കുന്നത് ശരിയല്ല കേട്ടാ. ബസ് സ്റ്റാൻഡ് അമ്മണിക്ക് അമ്മയുടെ മക്കൾക്ക് മാത്രം സമയം കൊടുക്കുന്നത് രീതിയല്ല. ഓക്കെ, മക്കളെ ആമിനൊക്കെ കൊടുക്കുന്ന നിന്റെ മുഹമ്മദിന്റെ തള്ള അവക്കാ കൊടുക്കുന്നു. തലക്കിലെ ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ ഈ പഠിച്ചതേ പാടൂ. നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ ചുമ്മാ ന്യായീകരിക്കാനും ഈ വ്യാഖ്യാനിക്കാനും അല്ലാതെ ഈ അന്തംകമ്മി സുഡാപ്പികൾക്ക് അറിയില്ല. അതുങ്ങളോട് നമ്മൾ വേദം ഓതിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് അത് ശരിയാക്കി തരാം. അതായത് ABC ന്യൂസിൽ ABC എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഓൺലൈൻ ചാനലുണ്ട്. അതിനകത്ത് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ TG മോഹൻദാസ് സാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. TG മോഹൻദാസ് സാറിന് ഒരാൾ ഇന്റർവ്യൂ ചെയ്യുക. TG മോഹൻദാസ് ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും RSSന്റെ സൈദ്ധാന്തികനാണ്, BJP-കാരനാണ്, സംഘപരിവാറിന്റെ സഹയാത്രികനാണ്. വർഷങ്ങളായിട്ട് നമുക്ക് ഏവർക്കും അറിയാവുന്നു. ഈ TG മോഹൻദാസ് സാറിനോട് അതിന്റെ അവതാരകൻ ചോദിക്കുകയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 3-ാം തീയതി തൃശ്ശൂർ വരുമ്പോൾ അവിടെ ഒരു പാറമേക്കാവിന്റെ നേതൃത്വത്തിൽ ഒരു മിനി പൂരം സംഘടിപ്പിക്കാൻ പോകുന്നു. ഒരു മിനി പൂരം, അത് ശരിയാണ്, അത് നല്ലതാണോ, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഈ TG മോഹൻദാസ് സാർ പറയുന്നത് തെറ്റാണെന്നാണ്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, പാടില്ല. ഒരു ഉത്സവത്തെ അങ്ങനെ ഒരാൾക്ക് വേണ്ടി ഒരു ഉത്സവത്തിന്റെ ഒരു മിനി പതിപ്പ് നടത്താൻ പാടില്ല. ഇനിയിപ്പോ പിണറായി വിജയൻ വൈക്കത്ത് വരുമ്പോൾ വൈക്കത്ത് അഷ്ടമിയുടെ ചെറിയ മിനി പതിപ്പ് അവർ നടത്തണമെന്ന് CPM-കാർക്ക് നടത്തണമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കേണ്ട വരികയല്ലേ? അപ്പൊ തെറ്റാണ് എന്ന് TG മോഹൻദാസ് അവർ പറയുന്നു. കാരണം അവര് ഇപ്പൊ ഈ സംഘപരിവാറുകാരനാണേലും BJP-കാരാണ്, അവര് തെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് വിളിച്ചു പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അതാണ് RSS-കാരുടെയും ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന
സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. തെറ്റാണെന്ന് പറയും. അത് പ്രധാനമന്ത്രിയല്ല, സാക്ഷാൽ ദൈവം തമ്പുരാനെ ഇറങ്ങി വന്നാലും പറയും. ദൈവം തമ്പുരാനെ നിങ്ങൾ കാണിച്ച് തെറ്റാണ് എന്ന് പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ ഇതേ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, എം അക്ബറിന്റെ ഒരു സംവാദം ഈ കഴിഞ്ഞ അടുത്ത ഇട നടന്നു. അവരുടെ ഇപ്പൊ ഈ സ്നേഹസംവാദമായിട്ട് എം അക്ബർ, സ്നേഹസംവാദമല്ല, ഈ ചോദിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ പോയി എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ഉത്തരം പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അത് യൂട്യൂബിൽ ഇട്ടേച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള എം അക്ബറിന്റെ പരിപാടിയാണ്. അതില് ഒരാൾ ചോദിക്കുന്നുണ്ട്, എം അക്ബറിനോട് ചോദിക്കുന്നു, ഈ മക്കത്ത് അമുസ്ലിമീങ്ങളെ കയറ്റുന്നില്ല. അതായത് മക്കത്തിന്റെ 25 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല, മുസ്ലിം അല്ലാത്ത ആർക്കും കയറാൻ പറ്റില്ല. അപ്പൊ അത് ശരിയാണോ? അങ്ങനെ കാണിക്കുന്ന മനുഷ്യനോട് അങ്ങനെ വിവേചനം കാണിക്കാൻ പാടുണ്ടോ എന്ന് ഒരു മുസ്ലിം തന്നെയാ എം അക്ബറിനോട് ചോദിക്കുമ്പോൾ എം അക്ബർ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? അല്ല, ലോകത്ത് ഇത്രയും പള്ളി ഉണ്ടായിട്ട് ഈ മക്കത്തും മദീനത്തും മാത്രം അമുസ്ലിങ്ങൾക്ക് പോകണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം എന്ന് പറഞ്ഞു പുള്ളി അതിനെ ന്യായീകരിച്ച് വെളുപ്പിച്ച് മക്കത്തും മദീനത്തും അമുസ്ലിമീങ്ങൾ കയറരുത് എന്ന് പറഞ്ഞത് താത്വികമായി ശരിയാണ് എന്ന വക്കിലേക്ക് അയാൾ കൊണ്ട് എത്തിച്ചു. മനസ്സിലാക്കണം. കാരണം അവരുടെ മതത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുക, ആ മതത്തിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ എം അക്ബർ പറഞ്ഞു കൊടുത്തു. അല്ലാതെ എം അക്ബർ പറഞ്ഞില്ല അത് തെറ്റാണ് കേട്ടോ, അത് മാനവികതയ്ക്കെതിരാണ്. ഒരു അമുസ്ലിം ആണല്ലോ, മനുഷ്യനല്ലേ, അവന് ഈ മക്കത്തും മദീനത്തും ഒന്ന് കാലി ചവിട്ടി എന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാണ്? അതിന് അവനെ അനുവദിച്ചു കൊടുക്കണം, സൗദി ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്നല്ല എം അക്ബർ പറയുന്നത്. മറിച്ചു കൊടുക്കാൻ പാടില്ല. അവരുടെ മതം എന്ത് പറഞ്ഞു, അവരുടെ മത നേതാക്കന്മാരെന്ത് പറഞ്ഞു, സൗദി അറേബ്യൻ ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു, അത് തന്നെയാണ് എം അക്ബർ അവിടെ ആ ചോദ്യകർത്താവിന് ഉത്തരവായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ TG മോഹൻദാസ് സാറിനോട് ഈ മിനിപൂരം നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അയാളുടെ നേതാവാണെന്ന് ഓർക്കണം. ഈ TG മോഹൻദാസ് സാറിന്റെ നേതാവാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയാൾ പറഞ്ഞത് തെറ്റാണ്, പാടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ABC ഓൺലൈൻ ചാനലിൽ കിടപ്പുണ്ട ഇന്റർവ്യൂ, നിങ്ങളൊന്ന് കണ്ടു നോക്കാം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. കാരണം അതാണ് നമ്മൾ പറയുന്ന ഈ അതാണ് ഞാൻ നേരത്തെ അന്തംകമ്മി സുഡാപ്പികളോട് നമ്മൾ വേദം ഓതിയിട്ട് കാര്യമില്ല. കാരണം ഇവർ രണ്ടു കൂട്ടരും ഒരേ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഒരു പ്രത്യയശാസ്ത്രം തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആ പ്രത്യയശാസ്ത്രത്തിൽ എന്തു പറയുന്നു, അതിനപ്പുറത്തേക്കില്ല ഇപ്പുറത്തേക്കില്ല. ആ പ്രത്യയശാസ്ത്രം എന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും അതിനെ യേശു വെച്ച് മൂളിക്കൊണ്ട് നടക്കുക. അതിനെപ്പറ്റി ചോദിക്കുന്നവർക്ക് ആ വിഡ്ഢിത്തരത്തെ വീണ്ടും ന്യായീകരിക്കുക, വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുക, അതിനെ അതിന്റെ പറയേണ്ട രീതിയിൽ ഒപ്പിച്ചെടുത്ത് ആക്കി കൊടുക്കുക. അതായത് നെല്ലിക്കാനെ ഇഡ്ഡലിയാക്കണമെങ്കിൽ നെല്ലിക്കാനെ പിടിച്ച് ഇഡ്ഡലിയാക്കുക. ഇനി ഇപ്പൊ ഇഡ്ഡലിയെ ദോശയാക്കണം, ഇഡ്ഡലിയെ പിടിച്ച് ദോശയാക്കും. ദോശയെ പൊറോട്ടയാക്കി എടുക്കണം, ദോശയെ പിടിച്ച് പൊറോട്ടയോ, ദോശ പൊറോട്ടയാക്കി എടുക്കുവര്. നെല്ലിക്ക ഇഡ്ഡലിയാക്കി എടുക്കുവര്, ഇഡ്ഡലിയെ ഇടിയപ്പമാക്കി എടുക്കുവര് അതിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ. അതാണ് വ്യാഖ്യാന കസർത്ത് എന്ന് പറയുന്നത്. ഇത് അന്തംകമ്മി സുഡാപ്പികൾക്ക് രണ്ടു കൂട്ടർക്കുണ്ട്, കമ്മികൾക്കുണ്ട് സുഡാപ്പികൾക്കുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, പിണറായി വിജയൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നല്ല കാര്യമല്ല എന്നവർ പറയുമോ? എല്ലാവർക്കും നല്ല കാര്യമാണ്. പിണറായി വിജയൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നേ അവർ പറയുള്ളൂ. EMS ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നേ പറയുള്ളൂ. AKG ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാറൽ മാർക്സിനോ എംഗൽസിനോ ഒന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ലെനിനോ സ്റ്റാലിനോ ഒന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നവർ കറക്റ്റ് വ്യാഖ്യാനിച്ച് വെളുപ്പിച്ച് പറയും. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളും പറയുക. പക്ഷെ ഒരു RSS കാരൻ അങ്ങനെ പറയില്ല, ഒരു BJP കാരൻ അങ്ങനെ പറയില്ല, ഒരു സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവൻ അങ്ങനെ പറയില്ല, ഒരു യുക്തിവാദി അങ്ങനെ പറയില്ല. യുക്തിവാദി പറയുന്നത് കേട്ടുണ്ടോ? യുക്തിവാദികളിൽ തന്നെ ചില ആൾക്കാർ വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്, ഞാനൊക്കെ കേട്ടിട്ടുള്ള. അതിനൊക്കെ ഖണ്ഡിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് രവിചന്ദ്രനും EA ജബ്ബാറും ജാമിദ ടീച്ചറും ഒക്കെ. കറക്റ്റ് ആയിട്ടും തെറ്റാണെന്ന് തന്നെ പറഞ്ഞു. നീ ഇങ്ങനെ പറയാൻ പറ്റില്ല, നിന്നെ യുക്തിവാദികളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് EA ജബ്ബാറും ജാമിദ ടീച്ചറും ഒക്കെ. പക്ഷെ അത് ഒരു ഇസ്ലാമിസ്റ്റോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരിക്കലും പറയില്ല. അവരുടെ തത്വത്തിൽ വിശ്വസിച്ചിരിക്കുന്ന അവരുടെ ആ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒക്കെ ശരിയാണ്. അതിനെങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിച്ചുകൊണ്ടേയിരിക്കും. അതവരുടെ തൊഴിലാണ്, അത് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ താഴെ വന്നിപ്പോ ജുമാ പറഞ്ഞ കേട്ടോ, ബസ് സ്റ്റാൻഡ് അമ്മിണിമാരുടെ മക്കൾക്ക് മാത്രം ചാൻസ് കൊടുക്കുക, അവൻ പറഞ്ഞ വർത്താനം കേട്ടോ നിങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ്. പക്ഷെ എന്തേ അവൻ ബസ് സ്റ്റാൻഡ് അമ്മിണി എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഫാത്തിമായും ഉണ്ടല്ലോ, ബസ് സ്റ്റാൻഡ് ഫാത്തിമ ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഖദീജ ഉണ്ട്, ബസ് സ്റ്റാൻഡ് ആയിഷ ഉണ്ട്. എന്തേവൻ പറഞ്ഞില്ല ബസ് സ്റ്റാൻഡ് അമ്മിണി എന്ന് മാത്രം. അവന്റെ ആ പേര് വന്നു കേട്ടോ, ബസ് സ്റ്റാൻഡ് അമ്മിണി എന്ന് മാത്രം. മനസ്സിലായോ? ബസ് സ്റ്റാൻഡ് ആയിഷാനെ നമുക്ക് കാണാൻ പറ്റും, ബസ് സ്റ്റാൻഡ് ഫാത്തിമാനെ നമുക്ക് കാണാൻ പറ്റും, ബസ് സ്റ്റാൻഡ് ഖദീജാനെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചെന്നാലും, ഇല്ലേ? പക്ഷെ അവൻ പറഞ്ഞില്ല. അതാണ് ഈ കന്തംകമ്മി സുഡാപ്പിയുടെ സ്വഭാവമാണത്. അവരുടെ മനസ്സിലെ ആ വർഗീയത എപ്പോഴും ഒരു താലോലിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ മതത്തോടുള്ള സ്നേഹം, അവരുടെ പാർട്ടിയോടുള്ള സ്നേഹം. കമ്മ്യൂണിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള ആ അടിമത്തം, സുഡാപ്പികൾക്ക് അവരുടെ മതത്തോടുള്ള അടിമത്തം. ആ അടിമത്തം അവരുടെ മനസ്സിൽ എപ്പോഴും അവർ മരണം വരെ അവരുടെ കൂടെ തന്നെ ഇരിക്കും. പിന്നെ അത് മനസ്സിലാക്കുന്ന ചുരുക്കം ചിലർ, എന്നെ പോലെയുള്ള ചുരുക്കം ചിലർ അതിൽ നിന്ന് ചാടി വരും. പക്ഷെ ഭൂരിഭാഗം ഇതിന്റെ പുറകെ തന്നെ കിടക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ഓക്കെ, ഇനിയിപ്പോ വിഷയത്തിലേക്ക് വരാം. സമസ്ത മിണ്ടുന്ന തീവ്രവാദം പറയാനാണോ?
സമസ്ത ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് കേക്ക് മുറിക്കുന്ന വേറൊരു കേസ് കിട്ടു പറഞ്ഞു. കേക്ക് മുറിക്കുന്നതില് പിന്നെ അമീദ് ഫൈസി എന്ന് പറഞ്ഞ സമസ്തയുടെ ഒരു മൊയ്ലിയാർ പറയുകയാണ്, കേക്ക് മുറിച്ച് അതായത് ഈ പിന്നെ നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു കേക്ക് മുറിച്ചൊരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ബിഷപ്പുമാരോടൊത്ത് കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. അത് തെറ്റാണ്. അയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അത്തരം കേക്ക് മുറിക്കുക, നക്ഷത്രം തൂക്കുക, ഓണാഘോഷത്തിൽ പങ്കെടുക്കുക, ഇത്തരം അന്യമതസ്ഥരുടെ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് തെറ്റാണ്. അതിന് അതീവ ജാഗ്രത പുലർത്തണം മുസ്ലിങ്ങൾ എന്നാണ് അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അത്തരം അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് അവരുടെ ഇപ്പൊ പലരും പറയുന്നുണ്ട്. ഇപ്പൊ അബ്ദുറഹ്മാൻ ഒരു മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞത് തെറ്റാണ്, അയാളെ ജയിലിലടക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ അബ്ദുറഹ്മാനും മനസ്സിലാക്കുന്നില്ല, ഈ അബ്ദുറഹ്മാനോട് ചോദിക്കുകയാണ്, ഇത് മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടാണോ, ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണോ, ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ അബ്ദുറഹ്മാൻ പറയും ഇല്ല എന്ന് പറയും. കാരണം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആൾ അബ്ദുറഹ്മാനും 5 നേരം പള്ളിയിൽ പോകുന്നവനാണ്, നമസ്കരിക്കുന്നവനാണ്. അവൻ പറയും ഇല്ല, ഇസ്ലാമിൽ പറയുന്നില്ല. പക്ഷെ അമീദ് ഫൈസി എന്ന് പറയുന്നത് വ്യക്തിയുടെ കാഴ്ചപ്പാടാണ്, അത് തെറ്റാണ്, വ്യക്തിയുടെ കാഴ്ചപ്പാടാണെന്ന്. അല്ല ഈ അബ്ദുറഹ്മാനും മതം പഠിച്ചിട്ടില്ല. മതം പഠിച്ച ഒരാളോട് ചോദിച്ചാൽ അങ്ങനെ പറയില്ല. കാരണം മതം പഠിച്ചു കഴിഞ്ഞാൽ മത സിംബലുകൾ, ഖുർആൻ പറഞ്ഞിരിക്കുന്ന അന്യമത ചിഹ്നങ്ങൾ എല്ലാം ഹറാമാണെന്നാണ് പറയുന്നത്. അന്യമത ചിഹ്നങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഖുർആൻ. അന്യമത ചിഹ്നങ്ങളൊക്കെ ഹറാമാണ്. മത സിംബലുകൾ അന്യമത ചിഹ്നമാണ്. അവർ നോക്കുമ്പോൾ നക്ഷത്രം ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിന് കൊടുക്കുന്ന ഒരു ചിഹ്നമാണ്. ഓം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഒരു ചിഹ്നമാണ്. അവരുടെ ഒരു ചിഹ്നത്തിൽപ്പെട്ടാണ് കേക്ക് മുറിക്കല്. അവരുടെ ഹിന്ദുക്കളുടെ ഒരു ചിഹ്നത്തിൽപ്പെട്ടാണ് ഓണാഘോഷം, ഓണസദ്യ ഉണ്ടാക്കല്. ഇത് മനസ്സിലായി. അതുകൊണ്ട് അയാളെ മതത്തിന്റെ ഇതിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹമീദ് ഫൈസി അമ്പലക്കടവൻ പറഞ്ഞത്. അത് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷെ അബ്ദുറഹ്മാൻ, കമ്മ്യൂണിസ്റ്റുകാരനെ അബ്ദുറഹ്മാൻ പറഞ്ഞു അയാളെ പിടിച്ച് ജയിലിലടക്കണം, അത് അയാളുടെ കാഴ്ചപ്പാട് മാത്രമാണ്, ഇസ്ലാമിന്റേതല്ല എന്ന് പറയും. കാരണം അയാൾ മതം പഠിച്ചില്ല, ഇയാൾ മതം പഠിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗാന്ധിജി ഇസ്ലാമിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്, സരോജിനി നായിഡു പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആരാ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിനെ പൊക്കി. അതുകൊണ്ട് ഇസ്ലാം വളരെ ഉന്നതമാണെന്നൊക്കെ അബ്ദുൽ നാസർ മദനിയെ പോലുള്ള പിന്നെ അബ്ദുൽ സമദ് സമദാനിയെ പോലുള്ള ഇസ്ലാമിക പണ്ഡിതരൊക്കെ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം എന്താ അവര് പറഞ്ഞത്? അവർ പഠിച്ചില്ലെന്നേ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ റൂമിൽ. അവരത് പഠിച്ചിട്ടില്ല. അവർ ഇസ്ലാമിനെ പറ്റി ഗാന്ധിജി പഠിച്ചില്ല, ഇസ്ലാമിനെ പറ്റി നെഹ്റു പഠിച്ചിട്ടില്ല, സരോജിനി നായിഡു പഠിച്ചിട്ടില്ല, ശ്രീനാരായണ ഗുരു പഠിച്ചിട്ടില്ല. ഒരു ഖുർആന്റെ പരിഭാഷ മൊത്തം അവർ വായിച്ചിട്ടുണ്ടോ? ഹദീസുകൾ വായിച്ചിട്ടുണ്ടോ? ഈ ഗാന്ധിജിയോ ശ്രീനാരായണ ഗുരുവോ സരോജിനി നായിഡുവോ എല്ലാം നെഹ്റു വായിച്ചിട്ടില്ല. പക്ഷെ വായിച്ചയാൾ തെറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ബാബാ സാഹിബ് അംബേദ്കർ വായിച്ചായിരുന്നു, പഠിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ ഇസ്ലാം വിഭജനത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്, ഇസ്ലാം അസമത്വത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. അത് മനുഷ്യരെ മുസ്ലിം എന്നും കാഫിർ എന്നും പറഞ്ഞ് വേർതിരിക്കുന്നു, വിശ്വാസി എന്നും അവിശ്വാസി എന്നും പറഞ്ഞ് വേർതിരിക്കുന്നു. പഠിച്ചു അയാൾ. പഠിച്ചവർക്ക് പറയാൻ പറ്റും, പഠിക്കാത്തവർക്ക് പറയാൻ പറ്റില്ല. പഠിക്കാത്തവരെങ്ങനെ ഓർക്കും ഇത് ഇന്നത് തന്നെയാണ്, ഇത് ക്രിസ്തു മതം പോലെ ഇസ്ലാം മതം പോലെ ഒരു മതം മാത്രമാണ് എന്നേ അവർ ഓർക്കുള്ളൂ. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകളുടെയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒരു മൂന്നാമനോട് പറഞ്ഞാൽ അയാൾ ഓർക്കും കോൺഗ്രസ് പോലെ ഒരു പാർട്ടി, BJP പോലെ ഒരു പാർട്ടി, സമാജ്വാദി പാർട്ടി പോലെ ഒരു പാർട്ടി, ആം ആദ്മി പാർട്ടി പോലെ ഒരു പാർട്ടി. അല്ല, അതിന്റെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിപ്പോണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിപ്പോണം. അവരുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം, അവരുടെ നേതാക്കന്മാരുടെ ചെയ്തികൾ നമ്മൾ നിരീക്ഷിക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് മറ്റു പാർട്ടികൾ പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതൊരു അടിമ സങ്കല്പമാണ്. അതും വിഭജിച്ചിട്ടുണ്ട്. മുതലാളി എന്നും തൊഴിലാളി എന്നും പറഞ്ഞ് മനുഷ്യനെ വേർതിരിച്ചു. ദരിദ്രനെന്നും സമ്പന്നെന്നും പറഞ്ഞ് മനുഷ്യനെ വേർതിരിച്ചു. ബൂർഷ്വാ എന്നും ദരിദ്രനെന്നും പറഞ്ഞ് മനുഷ്യനെ വേർതിരിച്ചു. വേർതിരിവിന്റെ വിവേചനത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. അസമത്വത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസവും. അതും അടിമ മനസ്ഥിതിയാണ്. അതിന്റെ നേതാക്കന്മാരെപ്പോഴും മുകളിലിരിക്കും. ഈ ഇസ്ലാമിക പുരോഹിതന്മാരെ പോലെ, ഇസ്ലാമിക പ്രവാചകന്മാരെ പോലെ മുകളിലിരിക്കും. അണികളെപ്പോഴും അടിമകളായിരിക്കും. ഇത് തന്നെയാണ് ഇസ്ലാമിലുള്ളത്. മുഹമ്മദിനെ പോലുള്ളവരെല്ലാം ഉന്നതങ്ങളിൽ ഇരുന്ന് വിരാജിക്കും. ഇപ്പൊ MM അക്ബർ, സാക്കിർ നായിക്കൊക്കെ കണ്ടില്ലേ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയി അന്തി ഉറങ്ങി വിമാനത്തിൽ പറഞ്ഞ് കോടികൾ ഉണ്ടായിക്കൊണ്ട് നടക്കും. പക്ഷേ അണികളോ ഈ തള്ളാഹു അക്ബറും പറഞ്ഞ് വിളിച്ചുകൊണ്ട് കിടക്കുന്നവന്മാരോ അതേ തീഹാർ ജയിലിൽ കുറെ എണ്ണം കിടപ്പുണ്ട്, ഗാസയിൽ കുറെ എണ്ണം ഇതേ ചത്തോണ്ടിരിക്കുന്നു, ഇതേ കുറെ എണ്ണം സിറിയയിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി, ഇതേ കുറെ എണ്ണം ഇന്ത്യയിലെ അഭയാർത്ഥികളായിട്ട് മ്യാൻമറിൽ നിന്ന് ആടി വന്നിരിക്കുന്നു റോഹിംഗ്യൻ. അവരൊക്കെ അടിമകളാണ്. ഈ അടിമക്കമ്മികളും അടിമ ജിഹാദികളും. ഇതാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയും, ഇസ്ലാമും കമ്മ്യൂണിസ്റ്റും രണ്ടും ഒരേ മതമാണ്. ഒരേ രീതിയിൽ ഒരേ ചാനലുകളിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ എപ്പോഴും ഈ ജിഹാദികളെ കൂട്ടുപിടിക്കുന്നത്. കണ്ടില്ലേ, അബ്ദുൽ നാസർ മദനിയെ കൊണ്ട് കുറെ കാലം നടന്നു ഇല്ലേ? എന്നിട്ട് ലാസ്റ്റ് എന്തായി? അടുത്ത തെരഞ്ഞെടുപ്പ് 17 എടുത്തു. ഇടതു മുന്നണി പരാജയപ്പെടുകയാണ് ചെയ്തത്. കൊണ്ടുകടന്നു. അബ്ദുൽ നാസർ മദനിയാണ് പൊക്കിക്കൊണ്ട് കടന്നത്. ഇപ്പോഴും ജിഹാദികളുടെ പുറകെ നടക്കുകയാണ്. ഇപ്പോഴും ജിഹാദികൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഇത് തന്നെയാണ്. രണ്ടിന്റെ ഒരേ മനോഭാവം, ഒരേ രീതി, ഒരേ പ്രത്യയശാസ്ത്രം, ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അണികളെ അടിമകളായിട്ടും നേതാക്കന്മാരെ ദൈവതുല്യരായിട്ടും കാണുന്നു. അതാണ് രണ്ടുപേർക്കും പറ്റിയത്.
ഓക്കെ ഇനി ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ പറയാം. ഓക്കെ. ഇവിടെ